വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനാസ് ഗുഡ് റെസിപ്പീസ്. ഇന്ന് നമ്മുടെ ചാനലിൽ കൂടി ചക്ക വെച്ചിട്ടുള്ളൊരു വിഭവമാണ് ചെയ്യുന്നത്. ചക്ക പപ്പടം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവമാണ്. ചക്ക നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷുമാണല്ലോ. നോക്കാം. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും. അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഒരു ചക്കയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തു. അതിൻ്റെ കട്ടിയുള്ള ഭാഗം, താഴെയുള്ള കട്ടിയുള്ള ഭാഗം എല്ലാം നീക്കം ചെയ്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിടുകയാണ്. നമ്മൾ ചക്ക പുഴുങ്ങാനായിട്ട് വേവിക്കുന്നത് പോലെ കുറച്ച് അത്ര തന്നെ വെള്ളമില്ലാതെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കാം. അതിനുശേഷം വളരെയധികം വെള്ളം നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് പ്രയാസമായിട്ട് വരും. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് മൂടി വെക്കാം. ചക്ക ഏകദേശം ഒരു പകുതി വേവായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് 3/4 കപ്പ് ചൗവരി ചേർക്കുന്നുണ്ട്. ഒന്ന് പൊടിച്ചെടുത്താണ്. ഇനി ഇതിലോട്ട് കുറച്ച് സ്പൈസി ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഓരോ ടീസ്പൂൺ വീതം ചേർക്കുകയാണ്. കായത്തിൻ്റെ ടേസ്റ്റുള്ളവർക്ക് കായംപൊടി ചേർക്കാം. ജീരകം, കുരുമുളകൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ചെയ്ത് വരട്ടെ. ഇതിലോട്ട് 1/2 ടീസ്പൂൺ വീതം കുരുമുളക്, ജീരകം പൊടിച്ച് ചേർക്കുകയാണ്. നമുക്കതൊന്ന് തണുക്കാൻ വെക്കാം. തണുത്ത ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. നന്നായി തണുത്ത ശേഷമാണ് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മൾ ചക്ക മിക്സ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പരത്താവുന്ന രീതിയിലുള്ള ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ്. ഞാൻ വട്ടയിലയിലാണ് ഞാനത് പരത്തുന്നത്. നമുക്ക് വാഴയിലയിലും പരത്താം. ഇതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് തൂത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നമ്മളിങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറില്ല. കാരണം വെളിച്ചെണ്ണയുടെ ഒരു രീതി അനുസരിച്ച് ചിലപ്പം ഒരു കാറൽ പോലെയുള്ള രുചി വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് നമ്മളിത് കൂടുതൽ നാൾ സൂക്ഷിച്ച് വെച്ചാൽ. നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. കുറച്ച് എള്ളുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. കറുത്ത എള്ള് കാണാനൊരു ഭംഗി, രുചി കൂട്ടാനും സഹായിക്കും. നമുക്ക് ഇതുപോലെ കലം കുറച്ച് പരത്തിയെടുക്കാം. ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കാം. തേയിലുള്ളതുകൊണ്ട് നമ്മുടെ ചക്കപ്പപ്പടം ഒറ്റ ദിവസം കൊണ്ട് തന്നെ നന്നായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ കനം കുറച്ചായിരുന്നു പരത്തിയിരുന്നത്. അതുകൊണ്ട് കുറച്ച് ചൗവരിയും കൂടി ചേർത്തുകൊണ്ട് കുറച്ച് സ്റ്റിഫായിട്ടുണ്ട്. ചിലതെല്ലാം ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. എന്നാലും നമ്മുടെ പൊട്ടാറ്റോ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം.
സാധാ പപ്പടം ഫ്രൈ ചെയ്യുന്ന പോലെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ്. നമ്മൾ പ്രകൃതിയിൽ നിന്ന് തന്നെ റെഡിയാക്കുന്നതാണ്. വേറെ ആർട്ടിഫിഷ്യൽ സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല. കൂടാതെ മഴക്കാലമായി കഴിഞ്ഞാൽ ചക്കയെല്ലാം തന്നെ പഴുത്ത് ചാടിപ്പോവും. അപ്പോൾ നമുക്ക് പലതരം വിഭവങ്ങളുണ്ടാക്കി വൈകുന്നേരത്തെ ചായക്കടിയായിട്ടോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ പപ്പടം സൈഡ് ഡിഷായിട്ട് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാനൊക്കെ നല്ലൊരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. വെയിൽ പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഒന്ന് റെഡിയാക്കി എടുക്കുക. വളരെ നാച്ചുറലായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.